നമ്മൾ നിൽക്കുന്നത് കാലോദുംഗറിലാണ്. കാലോദുംഗർ മീൻസ് കാല മീൻസ് കറുപ്പ്, ദുംഗർ മീൻസ് മലകൾ. നമ്മൾ ഈ ഗുജറാത്തിലെ കച്ചിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഈ കാലോദുംഗർ എന്ന് പറയുന്നത്. ഇവിടെ ഗുജറാത്ത് പാകിസ്ഥാൻ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കൂടെയാണ്. ഏകദേശം 462 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ഇപ്പം നമ്മളിവിടെ കൂടെ കയറി പോകുമ്പോൾ നമുക്ക് കാണാം ഇത്രത്തോളം നടക്കണമെന്ന്. കച്ചിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് കലോദുംഗർ. ഖൗദ ഗ്രാമത്തിന്റെ വടക്കു ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്നവർ സ്വന്തം വാഹനത്തിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ ഓരോ വഴികളിലൂടെ പോകുമ്പോഴും എന്നെ അവിടെ ഏറ്റവും ആകർഷിച്ചത് അവിടുത്തെ കുട്ടികളാണ്. ഒരുപാട് കുട്ടികൾ കാണും. പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അവരവിടെ തന്നെ നിൽക്കും. എല്ലാവരും ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ടാറ്റ കൊടുക്കാനും കൈ കൊടുക്കാനും ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഒരു കൈ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കും സന്തോഷവും നമുക്കും സന്തോഷവും. കലോദുംഗർ എന്ന വാക്കിന്റെ അർത്ഥം കച്ചി ഭാഷയിൽ കറുത്ത കുന്ന് എന്നാണ്. കലോ മീൻസ് കറുപ്പെന്നും ദുംഗർ മീൻസ് കുന്നെന്നുമാണ് അർത്ഥം. പാകിസ്ഥാൻ അതിർത്തിയോട് വളരെ ചേർന്നാണ് ഇത് കിടക്കുന്നത്. ഗുജറാത്തിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസിൽ വരുന്ന ഒന്നാണിത്. 400 വർഷം പഴക്കമുള്ള ഒരു ദത്താത്രേയ ക്ഷേത്രവും ഇവിടെയുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ അവതാരമാണ് ദത്താത്രേയൻ. ഈ അമ്പലത്തിന് പിന്നിൽ പല ഐതിഹ്യങ്ങളുമുണ്ട്. ഒരിക്കൽ ദത്താത്രേയ ഭഗവാന്റെ ഭക്തൻ ഈ കാലോദുംഗറിൽ തപസ് ചെയ്യുകയും ഭക്തന്റെ ഭക്തി പരീക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഭഗവാൻ വിശന്നു വലഞ്ഞ കുറുക്കന്റെ രൂപമെടുത്ത് അവന്റെ മുന്നിലെത്തുകയുണ്ടായി. സസ്യാഹാരിയായ അയാള് ആ കുറുക്കന് അരി വേവിച്ച് നൽകി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം തന്റെ ശരീരഭാഗം മുറിച്ച് ആ കുറുക്കന്മാർക്ക് നൽകി. അദ്ദേഹത്തിന്റെ ദയയിലും ഭക്തിയിലും പ്രീതിപ്പെട്ട ദത്താത്രേയൻ അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി. മറ്റൊരു കഥ, ദത്താത്രേയ ഭഗവാൻ കാലോദുംഗർ സന്ദർശിക്കുന്ന സമയത്ത് ഒരുപാട് വിശന്നു വലഞ്ഞ കുറുക്കന്മാരെ കാണുകയും തൻ്റെ ശരീരം അവർക്ക് നൽകുകയും ചെയ്തു എന്നതാണ്. അതിലൂടെ തൻ്റെ ശരീരം വീണ്ടും ജീവിപ്പിക്കുകയും അത് വീണ്ടും ദിനം പ്രതി ആ കുറുക്കന്മാർക്ക് തന്നെ നൽകപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് കാരണം ഇന്നും ഒരുപാട് കുറുക്കന്മാർക്ക് അവിടെ ഭക്ഷണം നൽകുന്നുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് മാഗ്നറ്റിക് സോൺ. മാഗ്നറ്റിക് ഹിൽ ഇൻ കാലോദുംഗർ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അതായത് ഒരു ഇറക്കത്തിലാണെങ്കിൽ കൂടെ സറൗണ്ടിങ്സിലെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണം നമുക്കത് ഒരു ചെറിയ കയറ്റമായിട്ട് തോന്നും. സോ വണ്ടി ന്യൂട്രലിൽ തനിയെ കയറ്റം കയറുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ കാറിലൊക്കെ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഒരുപാട് പേര് അവിടെ കാറ് നിർത്തി അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ഒരുപാട് ഡ്രൈ ഫോറസ്റ്റുകൾ മാത്രമാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. എന്നാലും കച്ചിൽ വരുന്ന എല്ലാവരും ഇവിടെയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്, കുറേ കയറ്റമൊക്കെ കയറാനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാമൽ സഫാരിയൊക്കെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഇവിടെ വെച്ചാലോ
ഇതാണ് കാലത്തുണ്ട് എടുക്കത്തറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഊരി. മലയുടെ മേളിട്ടാണെങ്കിൽ ക്യാമൽ സഫാരി ഉണ്ട്. एकदम सब्जी बढ़िया का फोटो पकड़ी ट्राई करो क्या लगी मैचिंग लगा दो करो दोनों मैचिंग लगा दोगे सेम कलर देखो मेरा भाई है वो देखो दादा एकड़ी बाजार में दादा मैचिंग में लगा नहीं लगा क्या है यार ഷോളൊക്കെ ഇട്ട് മൊത്തം പിന്നെ മറ്റേ ഇപ്പൊ പാലസിന്റെ കൂടെ കൊണ്ടുവരും. ഇതുപോലെ കുറേ കയറി ചെല്ലാനുണ്ട്. അങ്ങനെ കുറേ കയറ്റം കയറുമ്പോഴത്തേക്കും ഒരു പോയിന്റിലെത്തും. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വൈറ്റ് റാനിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. മാത്രമല്ല നമുക്ക് പാകിസ്ഥാൻ ബോർഡർ കൂടെ കാണാമെന്നാണ് പറയുന്നത്. ഒരുപാട് നടക്കാനുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് നടന്ന് ചെല്ലുമ്പോൾ അകപ്പാട് അവിടെ കാണാൻ കിട്ടുന്നത് ആ ഒരു പോയിന്റിലെത്തി ആ ഒരു വ്യൂ മാത്രമാണ്. എന്നാലും നമ്മൾ കച്ചിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാലോദുംഗ് വിസിറ്റ് ചെയ്തത്. അവനിവിടെ മുൻപും വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ്.
അത് മറ്റേ ഉപ്പ് പാടം ആ വെള്ള കിടക്കണം. हल्का दिखिए वाइट से കാണുന്ന ആ ഒരു സെക്ഷനാണ്. ഒരു ചിലപ്പം വെള്ളമായിട്ട് കാണുന്നില്ലേ, ഒരു സെക്ഷൻ ഇങ്ങനെ വരച്ചു അതിന്റെ അപ്പുറത്തൊന്നും കണ്ടു മഞ്ഞു പോലെ വരച്ച സെക്ഷനാണ്. വരച്ച സെക്ഷൻ അല്ല, വരച്ച സെക്ഷന്റെ കുറച്ച് അപ്പുറത്ത്. വരച്ച സെക്ഷൻ എന്ന് പറയാൻ പറ്റൂല നമുക്ക്. വരച്ച സെക്ഷൻ അല്ല, അതിന്റെ അപ്പുറത്താണ്. അതിന്റെ അപ്പുറത്താണ് വരച്ചത്. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ മഞ്ഞ് പോകണം, മഞ്ഞല്ല ഈ മേഘം പോകണം. അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ, ആകപ്പാടെ ഇവിടെ കാണാൻ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വന്ന സ്ഥിതിക്ക് ഇതെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. കൊള്ളാമോ? വേറൊരു പ്രത്യേകത ഉള്ളത് ഇവിടെ ഒരു ദത്താത്രേയ മന്ദിരം കൂടിയാണ്. അതാണ് അവിടെ നിന്ന് മല ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മൾ വേറൊരു റൈഡറിനെ മീറ്റ് ചെയ്തു. അദ്ദേഹം വന്നിട്ട് ഡൽഹിയിൽ നിന്നാണ്. എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. പല ഏജ് ഗ്രൂപ്പിൽ നിന്നുള്ള പലരെയും കാണാനൊരു അവസരം കിട്ടുക, ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഒരു നല്ലൊരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നി. राजस्थान टू गुजरात, गुजरात टू महाराष्ट्र, महाराष्ट्र टू मध्य प्रदेश, उत्तर प्रदेश. ഈ യാത്രകളിലൂടെ എനിക്ക് കിട്ടിയത് പുതിയ സൗഹൃദങ്ങളും പുതിയ അനുഭവങ്ങളുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യങ്ങളാണ്.